മകളെ, 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും കഴിഞ്ഞ് മടങ്ങിയെത്തിയ പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം കൗരവരിൽ നിന്നും വാങ്ങിക്കൊടുക്കുവാൻ ദ്രുപദൻ, വിരാടൻ, ശ്രീകൃഷ്ണൻ, സാത്വികി എന്നിവർ ചേർന്ന് ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായി പല ദൂതന്മാരും സന്ദേശങ്ങളുമായി പരസ്പരം പോകുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. പാണ്ഡവർക്ക് അർഹതപ്പെട്ടതെന്നല്ല, ഒരു സൂചി കുത്തുവാനുള്ള ഭൂമി പോലും കൊടുക്കില്ലെന്ന് ദുര്യോധനൻ വാശി പിടിച്ചു. ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ, വിതുരർ എന്നിവരൊക്കെ ഉപദേശിച്ചിട്ടും ദുര്യോധനൻ വാശി ഉപേക്ഷിച്ചില്ല. ഒടുവിൽ ശ്രീകൃഷ്ണൻ തന്നെ പാണ്ഡവരുടെ ആവശ്യവുമായി കൗരവ സഭയിൽ ചെല്ലുവാൻ തീരുമാനിച്ചു. പക്ഷേ ദുര്യോധനൻ ശ്രീകൃഷ്ണനെ ബന്ധനത്തിലാക്കി യാദവ വംശവും കൂടി തൻ്റെ അധീനതയിലാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു. ശ്രീകൃഷ്ണൻ കൗരവരെ കാണാൻ ഹസ്തിനപുരത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം പാണ്ഡവരുടെ മാതാവായ കുന്തിദേവിയെ കാണുവാനെത്തി. കുന്തി ഒളിഞ്ഞും തെളിഞ്ഞും കൗരവ പാണ്ഡവ യുദ്ധം നടക്കണമെന്നും രാജ്യം പാണ്ഡവർ പിടിച്ചെടുക്കണമെന്നും അതിനുവേണ്ടി ശ്രീകൃഷ്ണൻ പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. കുന്തിയുടെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ ദുര്യോധനൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ എത്തിയ കൃഷ്ണനെ ധൃതരാഷ്ട്രം മറ്റ് രാജാക്കന്മാരും ഉപചാരപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇരിക്കാൻ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു ഇരിപ്പിടം നൽകി. ദുര്യോധനൻ ശ്രീകൃഷ്ണനെ ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിച്ചു. അദ്ദേഹം അത് നിരസിച്ചു. അപ്പോൾ ദുര്യോധനൻ ചോദിച്ചു, കൃഷ്ണ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കരുതി വെച്ച ഭക്ഷണവും വസ്ത്രവും ശയ്യയുമെല്ലാം നിരസിക്കുന്നത് എന്താണ്? ഇരുകൂട്ടർക്കും ഹിതകരമായ ഒരു തീരുമാനമെടുക്കാൻ വന്നിട്ട് ഞങ്ങളോടെന്താ ഇങ്ങനെ പെരുമാറുന്നത്? അങ്ങ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ബന്ധുവും അദ്ദേഹത്തിൻ്റെ ആരാധനാപാത്രവുമാണ്. ധർമ്മതത്വങ്ങൾ അങ്ങയ്ക്ക് വ്യക്തമായി അറിയാം. എന്നിട്ടും ഇതൊന്നും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, ലക്ഷ്യം നേടുന്നതിന് മുമ്പ് ദൂതൻ ആഹാരാദികൾ സ്വീകരിക്കരുതെന്ന് നിയമമുണ്ട്. എൻ്റെ ലക്ഷ്യം നടക്കട്ടെ, അതിനുശേഷം നിങ്ങൾ എന്നെയും എൻ്റെ അമാത്യന്മാരെയും സൽക്കരിച്ചുകൊള്ളൂ. അമാത്യൻ എന്നാൽ മന്ത്രി എന്നാണ് അർത്ഥം. കാമക്രോധാദികളിൽ വഴിപ്പെട്ട് ധർമ്മം ലംഘിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹം നിമിത്തമോ ആപത്തിൽപ്പെട്ടിട്ടോ ആണ് ഭക്ഷണം നൽകുന്നത്. നിങ്ങൾക്കെന്നോട് സ്നേഹമില്ല, പോരെങ്കിൽ ഞാൻ ആപത്തിൽ പെട്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആഹാരാദ്യ സൽക്കാരങ്ങളെ എനിക്ക് നിരസിക്കാം. പാണ്ഡവരും നിങ്ങളും ജ്യേഷ്ഠാനുജന്മാരാണ്. അവർ എപ്പോഴും മിത്രങ്ങളെ അനുകൂലിക്കുന്നു. എന്നിട്ടും നിങ്ങൾ അകാരണമായി അവരെ ഉപദ്രവിക്കുന്നു. ഇത് ധർമ്മമല്ല. അത്തരം അധർമ്മങ്ങൾ ഒരിക്കലും അവർ ചെയ്യുകയുമില്ല. അതിനാൽ ഞാൻ അവർക്ക് മിത്രമാകുന്നു. സജ്ജനങ്ങളോട് വിരോധം പുലർത്തുന്നവർ അധമരാണ്. താങ്കൾ ആത്മാർത്ഥതയോടെ അല്ല ഭക്ഷണം തരുന്നത്. അതിനാൽ ഞാൻ വിതുരർ തരുന്നത് ഭക്ഷിച്ചുകൊള്ളാം. അതിനുശേഷം കൃഷ്ണൻ വിതുരരുടെ താമസ സ്ഥലത്തേക്ക് പോയി. അവിടെ അദ്ദേഹത്തെ കാണുവാൻ ദ്രോണർ, കൃപർ, ഭീഷ്മർ, ബാഹ്ലികർ എന്നിവരൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാവരും ബഹുമാനപൂർവ്വം വണങ്ങി. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയ്ക്ക് വേണ്ടി ഏറ്റവും ഉത്തമമായ ഭക്ഷണങ്ങൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതെല്ലാം അങ്ങയ്ക്ക് പാദപൂജയായി സമർപ്പിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ ധാരാളം വീടുകളും ഒരുക്കിയിട്ടുണ്ട്. അവയിലൊന്നിൽ അങ്ങ് വിശ്രമിച്ചാലും. ശ്രീകൃഷ്ണൻ പറഞ്ഞു, എല്ലാ ആചാരങ്ങളോടും കൂടി നിങ്ങൾ എന്നെ സൽക്കരിച്ചല്ലോ, ഇനി ഇതൊക്കെ എന്തിന്? നിങ്ങളെല്ലാവരും മടങ്ങിപ്പോയിക്കൊള്ളൂ. കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും മടങ്ങിപ്പോയി. വിതുരർ ശ്രീകൃഷ്ണൻ്റെ അർഹതയ്ക്കൊത്തവണ്ണമുള്ള ആതിഥ്യം നൽകി. കൃഷ്ണൻ അനുയായികളുമായി വിതുരരുടെ ഗ്രഹത്തിൽ താമസിച്ചു. ആഹാരം എല്ലാം കഴിഞ്ഞ് കൃഷ്ണൻ വിശ്രമത്തിന് തയ്യാറെടുക്കുമ്പോൾ വിതുരർ അടുത്തെത്തി പറഞ്ഞു, ഭഗവാനെ, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരേണ്ടിയിരുന്നില്ല. ദുര്യോധനൻ ബുദ്ധി വറച്ചിട്ടില്ലാത്തതുപോലെ ധർമ്മ അധർമ്മങ്ങളെ വെടിഞ്ഞ് ജീവിക്കുന്നവനാണ്. ഗുരുജനങ്ങളുടെ വാക്കുകളെ പരിഗണിക്കുന്നതേയില്ല. ധർമാചാരങ്ങളെ അയാൾക്ക് പുച്ഛമാണ്. മാത്രമല്ല, ഒരു ധിക്കാരിയെപ്പോലെ എന്തിനേയും എതിർക്കാൻ മടിക്കുന്നില്ല. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ജയദ്രഥൻ, അശ്വത്ഥാമാവ് എന്നിവരെല്ലാം ചേർന്ന് പാണ്ഡവരെ തോൽപ്പിക്കുമെന്ന് അയാൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവനോട് അങ്ങ് സന്ധികാര്യം ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു വൃഥാവിലുള്ള ജോലിയാണ്. മാത്രവുമല്ല, കർണൻ ഒറ്റയ്ക്ക് പൊരുതി പാണ്ഡവരെയെല്ലാം ബാധിക്കുമെന്ന് അയാൾക്ക് വാക്ക് കൊടുത്തിട്ടുമുണ്ട്. നല്ലതും ചീത്തയും തിരിച്ചറിയാത്ത അയാളോട് അങ്ങ് സതുപദേശങ്ങൾ നൽകിയിട്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. കൃഷ്ണ, അങ്ങ് മറ്റൊന്നുകൂടി മനസ്സിലാക്കണം. പണ്ട് അങ്ങയുടെ ശത്രുക്കളായിരുന്ന രാജാക്കന്മാരെല്ലാം ദുര്യോധനൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്.
അവരെല്ലാം പാണ്ഡവരെ തോൽപ്പിക്കുവാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ ശക്തിയെക്കുറിച്ച് അവർക്കോ അവരുടെ പക്ഷത്ത് നിൽക്കുന്നവർക്കോ അറിയില്ല. മൂഢന്മാരായ കൗരവർ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. നാരായണ, അങ്ങയുടെ ഈ ശ്രമം പാഴായി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കൗരവരോട് അല്ലായിരുന്നെങ്കിൽ സമ്പൂർണ്ണമായും വിജയിക്കുമായിരുന്നു. എങ്കിലും മനസ്സത് നടക്കണമെന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ഇതൊന്നും അങ്ങയോട് പറയേണ്ടതില്ല. എല്ലാം ത്രികാലജ്ഞാനിയായ അങ്ങ് നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകും. ശ്രീകൃഷ്ണൻ പറഞ്ഞു, വിതുരരെ, പണ്ഡിതനായ ഒരു മിത്രത്തിൻ്റെ വാക്കുകളാണ് ഞാനിപ്പോൾ കേട്ടത്. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ധർമ്മവിരുദ്ധമായി ഞാനൊരു വാക്കും ഉച്ചരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദുര്യോധനനും കൗരവരും എൻ്റെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കേണ്ടതാണ്. നാം ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തിരിക്കണം. ഒരുപക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിയില്ലായിരിക്കാം. എങ്കിലും അതിന് ശ്രമിച്ചു എന്നൊരു ചാരിതാർത്ഥ്യത്തിൻ്റെ വിഷയമുണ്ട്. എൻ്റെ ഈ ശ്രമം പാണ്ഡവർക്കും കൗരവർക്കും വേണ്ടി മാത്രമുള്ളതല്ല, ഭൂമിപാലകന്മാരായ എല്ലാ ക്ഷത്രിയർക്കും വേണ്ടിയാണ്. വിതുരരെ, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിൻ്റെ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിനു മുമ്പ് വേണമെങ്കിൽ ശ്രീകൃഷ്ണന് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാമായിരുന്നുവെന്ന് മൂഢന്മാർ പഴിക്കാതിരിക്കാൻ മാത്രമാണ് എൻ്റെ ഈ ശ്രമം. പാണ്ഡവരുടെ ഉത്കർഷം ആഗ്രഹിക്കുന്നവർ ആരും തന്നെ സന്ധിസംഭാഷണത്തെ അനുകൂലിക്കുന്നില്ല. എന്നിട്ടും പാണ്ഡവർ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഭയം കൊണ്ടല്ല അത്. കുരുവംശത്തിൽ വിധവകളും അനാഥബാല്യങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. കൃഷ്ണൻ ആ രാത്രി വിതുരരുടെ ഭവനത്തിൽ വിശ്രമിച്ചു. പ്രഭാതത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ കൗരവസഭയിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോൾ ദുര്യോധനനും ശകുനിയും അവിടെ എത്തി. കൗരവസഭയിൽ എല്ലാവരും കൃഷ്ണന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയിച്ചു. കൃഷ്ണൻ തനിക്ക് വേണ്ടി കാത്തുനിന്ന രഥത്തിൽ കയറി. കൃഷ്ണനെ കൗരവരുടെ ഭാഗത്തു നിന്നുള്ളവർ അകമ്പടി സേവിച്ചു. കൃഷ്ണന് പിന്നാലെ വിതുരരും അതിന് പിന്നിലായി ദുര്യോധനൻ, ശല്യർ എന്നിവരും അവരവരുടെ രഥങ്ങളിൽ പിന്തുടർന്നു. കൊട്ടാരത്തിന് മുന്നിൽ നിന്ന് വിതുരരും സാത്വികിയും കൃഷ്ണനെ അകമ്പടി സേവിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. കൃഷ്ണൻ ചെല്ലുന്നത് കണ്ട് ഭീഷ്മർ, ദ്രോണർ, കൃപർ, ധൃതരാഷ്ട്രർ എന്നിവർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു. സർവതോഭദ്രം എന്നു പേരുള്ള ഒരു സിംഹാസനം അവിടെ ശ്രീകൃഷ്ണന് വേണ്ടി ഒരുക്കിയിരുന്നു. അദ്ദേഹം അതിൽ ഉപവിഷ്ടനായിട്ട് ഭീഷ്മരോടും ദ്രോണരോടും സംസാരിച്ചു. പെട്ടെന്ന് അവിടെ നാരദൻ തുടങ്ങിയ മഹർഷിമാരുടെ അദൃശ്യ സാന്നിധ്യം ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഭീഷ്മരോട് പറഞ്ഞു, ഇവിടെ നാരദൻ തുടങ്ങിയ മഹർഷിമാർ എത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുന്നു. അവർക്ക് യഥാവിധിയുള്ള സൽക്കാരങ്ങൾ നൽകണം. അപ്പോൾ കൊട്ടാരവാതിൽ കടന്ന് നാരദൻ തുടങ്ങിയ മഹർഷിമാർ വരുന്നത് ഭീഷ്മർ കണ്ടു. കൃഷ്ണൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് മഹർഷിമാരെ സ്വീകരിച്ചു. ഭീഷ്മർ ഭൃത്യന്മാരെ കൊണ്ട് മഹർഷിമാർക്കുള്ള ഇരിപ്പിടങ്ങൾ സഭയിലെത്തിച്ചു. മഹർഷിമാർ ഇരുന്ന ശേഷം ശ്രീകൃഷ്ണനും സഭാവാസികളും ഇരുന്നു. വളരെ നാളുകൾക്ക് ശേഷം കാണുന്നതിനാൽ സഭാവാസികൾ ഒന്നടങ്കം ശ്രീകൃഷ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവർ സംസാരിക്കാൻ പോലും മറന്നുപോയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മഹാരാജാവേ, ഭൂമിപാലകരുടെ കുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കുരുവംശം. ആ വംശം മൂലം സംഭവിക്കാൻ പോകുന്ന ഒരു ക്ഷത്രിയനാശം ഒഴിവാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വംശം ഭരിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം സദ്ഗുണസമ്പന്നരും സദാചാര തൽപരരും ആയിരുന്നു. അങ്ങനെയുള്ള ഈ വംശത്തിന് അങ്ങ് കാരണം ഒരു ദോഷവും സംഭവിക്കരുത്. എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചാൽ അത് തടയേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. പക്ഷേ അങ്ങയുടെ പുത്രന്മാരായ കൗരവർ ധർമ്മവിരുദ്ധവും ക്രൂരവുമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അത് അങ്ങയ്ക്കറിയാത്തതല്ല. ഈ വംശത്തിന് എന്തോ കൊടിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ഈ വംശത്തിന് മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാവർക്കും കുരുപുത്രന്മാരുടെ ദുഷ്പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും. അത് മുൻകൂട്ടി കണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അങ്ങയുടെ ചുമതലയാണ്. എൻ്റെ നോട്ടത്തിൽ വൈരികളെ പോലെ നിൽക്കുന്ന കൗരവ പാണ്ഡവർ തമ്മിൽ സന്ധി ചെയ്യുന്ന ദുഷ്കരമായ ഒരു കാര്യമല്ല. ഇപ്പോൾ നാം അതിന് തയ്യാറായാൽ എല്ലാം ശുഭമായി അവസാനിക്കും. അങ്ങ് പുത്രന്മാരെ നിയന്ത്രിക്കണം. പാണ്ഡവർ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കും. മഹാരാജാവെ, അങ്ങ് ചിന്തിക്കണം. ഭീഷ്മർ, ദ്രോണർ, അശ്വത്ഥാമാവ്, കർണൻ, വിമിംശതി, ബാഹ്ലീകൻ, അങ്ങയുടെ മക്കളായ കൗരവരും പാണ്ഡവരും അങ്ങയുടെ പിന്നിൽ അണിനിരന്നാൽ അങ്ങയെപ്പോലെ ശക്തനായ ഒരു രാജാവ് ഭൂമിയിൽ വേറെ ആരുണ്ട്? അതിനുള്ള ഒരവസരം ഒരുക്കുന്ന സന്ധിയുമായാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. രാജാവെ, പാണ്ഡവ കൗരവ വീരന്മാർക്ക് തുല്യരായി
അങ്ങയെ സഹായിക്കാൻ ആരുണ്ട്? ഭീഷ്മരെ പോലെ ഒരു മഹാരഥൻ അങ്ങയോടൊപ്പമുള്ളപ്പോൾ ഈ രാജ്യം ആക്രമിക്കാൻ ആര് ധൈര്യം കാണിക്കും? ദ്രോണരെ പോലെയും കൃപരെ പോലെയും മഹാരഥന്മാരായ ആചാര്യന്മാർ ഈ രാജ്യത്തിൻ്റെ സമ്പത്തുകളാണ്. അങ്ങ് ശുഭമായി ചിന്തിച്ചാൽ പുത്രപൗത്രാദികളോടൊപ്പം അങ്ങയ്ക്ക് സുഖകരമായ ഒരു ജീവിതം നയിക്കാം. മറിച്ച് യുദ്ധമാണ് അഭികാമ്യമെന്ന് ഒരുവർ ചിന്തിച്ചാൽ വലിയ നാശം രാജ്യത്തിനും കൂട്ടക്കുരുതികൾ മാനവരാശിക്കും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദുരന്തം രണ്ടു പക്ഷത്തും ഉണ്ടാകുന്നതിൽ എന്ത് ധർമ്മമാണ് നിങ്ങൾ കാണുന്നത്? അങ്ങ് മനസ്സ് വെച്ചാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ കഴിയും. ബന്ധുക്കൾക്കും പ്രജകൾക്കും നന്മയുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്താലും. മഹാരാജാവേ, പാണ്ഡവർ പ്രണാമപൂർവം എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ഞങ്ങൾ വിജയകരമായി നിറവേറ്റി. എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അങ്ങയുടെ ആജ്ഞ പൂർത്തിയാക്കി മടങ്ങി വരുമ്പോൾ ഒരു പിതാവിനെ പോലെ ഞങ്ങളെ പരിഗണിക്കുമെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു. ചൂതുകളിയിൽ പറഞ്ഞ വ്യവസ്ഥകൾ അനുസരണയോടെ ഞങ്ങൾ പരിപാലിച്ചു. അങ്ങ് കരുണയോടെ ഞങ്ങളെ ഒപ്പം നിർത്തിയാൽ എന്നും അനുസരണയുള്ള വിധേയരായി ഞങ്ങൾ നിന്നുകൊള്ളാം. പിതാവ് വഴിയായി ഞങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം അങ്ങ് നൽകണം. ധർമാധർമ്മങ്ങളുടെ സൂക്ഷ്മമായ അംശം അറിയുന്ന അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം. ഗുരുവിന് മുന്നിൽ നിൽക്കുന്ന ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ അപേക്ഷ തിരസ്കരിക്കരുത്. അങ്ങയുടെ പുത്രന്മാരായ പാണ്ഡവർ ഇത്രയും കൂടി അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവജ്ഞരായ സഭാവാസികളിരിക്കുന്ന ഈ സഭയിൽ ഉചിതമല്ലാത്തത് നടക്കാൻ പാടില്ല. ഈ മഹാസഭയിൽ അധർമ്മം കൊണ്ട് ധർമ്മത്തിനും അസത്യം കൊണ്ട് സത്യത്തിനും കോട്ടം പറ്റുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വംശത്തിൻ്റെ മുഴുവൻ നാശത്തിലേക്ക് വഴിതെളിക്കും. ശ്രീകൃഷ്ണൻ തുടർന്നു പറഞ്ഞു, മഹാരാജാവേ, ധർമ്മനിഷ്ഠരായതിനാലാണ് പാണ്ഡവർ ഇപ്പോഴും മൗനമായിരിക്കുന്നത്. അങ്ങയോട് ഞാനും അപേക്ഷിക്കുകയാണ്. പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് അങ്ങ് നൽകണം. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയുവാനില്ല. ഈ സഭയിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ധർമാധർമ്മങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കുന്ന ആർക്കും പാണ്ഡവരുടെ ഈ അപേക്ഷ നിരസിക്കാൻ ആകില്ല. രാജാവേ, അങ്ങിപ്പോൾ അർത്ഥത്തെ അനർത്ഥമായും അനർത്ഥത്തെ അർത്ഥമായും കണ്ടാണ് ജീവിക്കുന്നത്. അങ്ങയുടെ മക്കൾ രാജ്യലോഭത്തിന് ആകൃഷ്ടരായിരിക്കുന്നു. അവരെ നിയന്ത്രിക്കൂ. പാണ്ഡവർ അങ്ങയെ അനുസരിച്ച് ജീവിക്കുവാൻ ഒരുക്കമാണ്. അങ്ങ് ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ അപേക്ഷ പരിഗണിക്കണം. മറിച്ചായാലുണ്ടാകാവുന്ന വിനാശത്തിന് ഉത്തരവാദി എന്ന പേരിൽ അങ്ങയെ ലോകം നാളെ പഴിക്കും. അതൊഴിവാക്കുവാൻ അങ്ങ് മാത്രമല്ല, ഭീഷ്മദ്രോണാദികൾ, ഇവിടെ ഉപവിഷ്ടരായ ഈ സദസ്സിലെ മഹത്തുക്കൾ എല്ലാവരും അതിനായി ശ്രമിക്കുകയും വേണം. മഹാരാജാവേ, അങ്ങ് ചിന്തിക്കണം. സമാധാനത്തിന് മാത്രമല്ല യുദ്ധം ചെയ്യാനും പാണ്ഡവർ തയ്യാറാണ്. പാർത്ഥനെ പോലെ ഒരു വില്ലാളി നിങ്ങൾക്കൊപ്പമില്ല. ഭീമസേനനെ പോലെ ശക്തനായ ഒരു പോരാളി ഇനി നിങ്ങൾക്കിടയിൽ പിറക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം ഒഴിവാക്കാൻ അങ്ങേക്ക് കഴിയും. അതിനാണ് ഞാനിവിടെ എത്തിയത്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു നിർത്തി. മൗനമായി ഇരിക്കുന്ന സഭയിലേക്ക് അദ്ദേഹം കണ്ണോടിച്ചു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.